ഹലോ, ഞാൻ സ്വിനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ടെൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ ഇന്ന് എൻ്റെ നിവേദ്യ കൊച്ചിൻ്റെ കൂടെയാണ്. അൻദാപ്പിയുടെ മോളാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്, എൻ്റെ കൊച്ചാണ്. കൊച്ചിന് കല്യാണമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ കൊച്ചിന് ഓരോ സൈസ് ഇട്ട് നോക്കും ഏതാ ഭംഗിയെന്ന്. ഇത് നമ്മളുണ്ടല്ലോ ഈ 2 മാല വെച്ചേക്കണം കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ ചോക്കർ പോലെ. ഇതിപ്പോൾ ഇങ്ങനെ 2 മാല ഇട്ടാൽ മതി എന്ന് ഓർത്തു. ഇതുകൂടെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കണതാണ്. ഒരു ട്രഡീഷണൽ ഒരു ഇങ്ങനെ പണ്ട് കസവുമാല എന്നൊക്കെ പറയില്ലായിരുന്നോ, അതിൻ്റെയൊക്കെ ഭയങ്കര രസമുള്ള നല്ല ഗ്രാൻഡ് ലുക്കല്ലേ നോക്കി ഇതിന്. അതിൻ്റെ കൂടെ കാശുമാല, അതിൻ്റെ കൂടെ ഒരു ലോങ് കാശുമാലയും കണ്ടോ. സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യും, എന്നാൽ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ 2, 3 ഈ മാലകളെല്ലാം വേറെ ആയിട്ട് പല പല ഫങ്ഷന് യൂസ് ചെയ്യാം. ഒരിക്കലും ഇതിൻ്റെ ഫാഷൻ ഔട്ടാവില്ല. കൊച്ചിനും കൊച്ചിൻ്റെ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ പിന്നത്തെ തലമുറയ്ക്കൊക്കെ ഇത് ഒറിജിനൽ ആൻറ്റിക്കാണ്, യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ കല്യാണത്തിന് കൊച്ച് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു സ്വർണവും വേണ്ടതൊക്കെ പറഞ്ഞ് വന്ന കൊച്ചാട്ടോ. അപ്പോൾ ഇട്ടിട്ട് കൊച്ചു ഇത് മുങ്ങിയിരിക്കുക. അപ്പം ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ മനസ്സിലാകണേ. അപ്പം നമ്മളെപ്പോഴും ക്യാഷ്വൽ വെയർ ആയിട്ട് സ്വർണം നമുക്ക് ലൈറ്റ് വെയിറ്റ് എടുക്കണം. പാർട്ടി വെയറും സ്വർണ്ണം എടുക്കാം. സ്വർണം നമുക്ക് യൂസ് ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നല്ല ഒരു ഫംഗ്ഷനൊക്കെ നല്ല നല്ല സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഡ്രസ്സും. ഞാൻ കൊച്ചിനോട് പറയുന്നത് പിന്നെ സ്വർണ്ണം അപ്പടി ലോക്കറിൽ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കാനാണോ? ഓർണമെൻറ്റ്സ് നന്നായിട്ട് സെലക്ട് ചെയ്യുക, പല പല ഫംഗ്ഷനൊക്കെ ഇത് ഇടുക, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുക നമ്മുടെ. അപ്പോൾ അത് ഉപയോഗിക്കാനാന്ന് പറഞ്ഞ് സ്വർണ്ണത്തിൽ ടാക്കിയിട്ടിട്ടു. അപ്പോൾ വീഡിയോ പിടിച്ചതാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെയുണ്ട് സെലക്ഷനൊക്കെ? അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ 3ാമത്തെ ഇതാണ് ഇടുന്നത്. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ വന്നപ്പോ അധികം ഒന്നും വേണ്ട, ആകെ 2 മാല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നത്. പക്ഷെ കളക്ഷൻസ് കണ്ടപ്പോ കുറച്ചിങ്ങനെ ഇതായിപ്പോയി. ഓൾറെഡി സെറ്റ് ആക്കി വെച്ചു, ഇപ്പൊ എടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കൊച്ച് ആദ്യമായിട്ട് കടയിൽ വന്നെ. കൊച്ച് മൊത്തം തിരക്കിലായിരുന്നു. അപ്പോൾ കൊച്ച് ആദ്യമായിട്ട് കടയിൽ വന്ന ഓർണമെന്റ്സ് എല്ലാം ഇങ്ങനത്തെ ഹെവി വെയിറ്റ് ജന്മത്തെടുക്കൂലെന്നാട്ടോ പറഞ്ഞായിരുന്നേ, വെറുതെയാന്ന് പറഞ്ഞു. ഇപ്പോൾ ഹെവി വെയിറ്റ് കുഞ്ഞുവിൻ്റെ അതേ അവസ്ഥ കേട്ടാ. ഹെവി വെയിറ്റ് എല്ലാവരും ഇങ്ങനെ ഹെവി വെയിറ്റ് വേണ്ടെന്ന് പറയും, ഇട്ട് കാണുമ്പോഴാണ്. ഇതൊക്കെ ഒരു അസറ്റാണ്. ഇത് കൊച്ചിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടണ ഒരു ഓർണമെൻറ്റ്സ്. കൊച്ചു പറയും ഇതെൻ്റെ പേരൻസ് എനിക്ക് തന്ന ഓർണമെൻറ്റ്സ്, തലമുറകളെ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ നമുക്ക് വേണം. നമ്മുടെ എല്ലാവർക്കും ഇല്ലേ എൻ്റെ പേരൻസ് തരുന്ന ഒരു അസറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും ഒരു അങ്ങനെ എല്ലാവർക്കും എല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല, എന്നാലും യൂസ് ചെയ്യാൻ വേണ്ടിയല്ലോ ഓർണമെൻറ്റ്സ് എടുക്കണേ. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഓർണമെൻറ്റ്സ് എടുക്കുക. 9 months ഓർണമെൻറ്റ്സ് എപ്പോഴും ഫാഷനാണ്, നമുക്ക് എന്തിനും യൂസ് ചെയ്യാം. അപ്പം ഒത്തിരി ഇങ്ങനത്തെ കളക്ഷൻ ഉണ്ട് കേട്ടോ. കൊച്ചിനെ എത്ര നേരം പിടിച്ചെടുത്തും. അപ്പോൾ 2-3 വീഡിയോ എടുത്തു. ഇനിയും കൊച്ചു വരുമ്പോൾ അടുത്ത ദിവസമൊക്കെ വരുമ്പോഴും വീഡിയോസ് പലത് പിടിച്ചെടുക്കാം. ലൈറ്റ് വെയിറ്റിൻ്റെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോസും എടുക്കുന്ന ആയിരിക്കും. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ എല്ലാവരെയും ശമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.